ഇന്ന് രാവിലെ എനിക്കൊരു വൃത്തികെട്ട മടി വന്നു കേട്ടോ. എൻ്റെ പണികളൊന്നും ഒതുക്കി വെക്കാതെയാണ് ഈ ഒരുങ്ങി കെട്ടിയുള്ള പോക്ക്. അതിനും ഒരു കാരണമുണ്ട് കേട്ടോ. ചേട്ടൻ ഉച്ചക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ചേട്ടായിട്ട് പോയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഡ്രസ്സില്ലേ സൂപ്പറാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാവേ. എന്തിനാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അമ്മ വരാറായല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു 5-6 നൈറ്റി, 5-6 അല്ല 3-4 നൈറ്റി വാങ്ങണം. പിന്നെ ഞാൻ എന്തായാലും അവിടെ വരെ ഒരുങ്ങി കെട്ടി പോകണമല്ലോ. അപ്പോൾ എനിക്ക് വാങ്ങാതിരിക്കുമോ. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. രാധാകൃഷ്ണയിലും ഭഗവതിയിലൊക്കെ കയറി തെണ്ടി തിരിഞ്ഞതിന്റെ പൊന്നെ അതിനകത്തോട്ട് നോക്കിക്കണ്ടേ ആളെ മുട്ടിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വീട് പിടിച്ചു കേട്ടപ്പോൾ എന്താണ് ഈ കത്തി വേഷത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാനും ആമിക്കുട്ടിയും കൂടി ശനിയാഴ്ച ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ നോട്ടം നോക്കിക്കണ്ട് ഈ തളക്കൻ്റെ പ്രാന്തായെന്നാണ് അവൻ്റെ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത്. വേറെ ഒന്നല്ല, രാവിലെ ഇടന്ന് പോയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ തള്ളയാണ്. ഇപ്പം എന്ത് പറ്റിയെന്ന് ചേട്ടനാണെങ്കിൽ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ എന്തായാലും ട്രിപ്പ് പോകണേ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയിക്കോ. സോഡ കളസമാ വള്ളി കളസമാ എന്ത് കളസമെങ്കിലും വേണമെങ്കിൽ ഇട്ടോ, പക്ഷേ ഉടുപ്പുണ്ടായാൽ മതിയെന്ന്. അങ്ങനെ നേരെ പോയി എൻ്റെ ഫുഡ് തെറാപ്പിയൊക്കെ ചെയ്ത ശേഷം ആമിക്കുട്ടിനെ വിളിച്ച് നേരെ വീട്ടിലോട്ട് വന്ന് ആമിക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് 2 പേരും ട്യൂഷനൊക്കെ പറഞ്ഞയച്ചു. വീണ്ടും അടുക്കളയിലോട്ട് കയറി വിരകൽ ഇതേ മീൻ വെട്ടാൻ വേണ്ടി പോണേ. അപ്പോൾ നമ്മൾ തലേ ദിവസം കുടുക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ല, അങ്ങനെ അതിനെയൊക്കെ വെട്ടി തേച്ച് കഴുകി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതേ മുളക് കറിയാണ് കേട്ടോ വെക്കാൻ പോണത്. കൊതുക് കടിച്ചിട്ടാണെങ്കിൽ നിക്കക്കളിയില്ല കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ സവോള കറിഞ്ഞതേ കറി ആക്കണേനെ. പിന്നെ നമ്മുടെ അച്ചിങ്ങാണ് കേട്ടോ. അതേ ഇത് എന്താ നാടൻ പയറെന്നൊക്കെ പറഞ്ഞ് മേടിച്ച്, നാടനാണ് ഇനി വിദേശിയാണെന്നൊന്നും അറിയാൻ പാടില്ല. അതിൻ്റെ അകത്തുനിന്ന് നമുക്കിനി പച്ചക്കിട്ട് താളിച്ചെടുക്കാം കേട്ടോ. ചതച്ച മുളകിട്ടാണ് കേട്ടോ ഞാൻ പച്ചക്കയും പിന്നെ അച്ചിങ്ങയും കൂടെ താളിച്ചെടുക്കണത്. അപ്പോൾ അതേ മീൻകറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കി കറികളൊക്കെ റെഡിയായപ്പോഴുണ്ടല്ലോ അത് കിടക്കണ ഒരാൾ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞ് കയ്യും വീശി അല്ല കവറും വീശി. ആ കവറിൻ്റെ അകത്ത് അയിലക്കുഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് ചട്ടിക്കകത്തോട്ട് കുടഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത്രയോളം ടാറ്റാ.